നമസ്കാരം. ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ഇടുന്നത്. ഈ കലികാലമാണ്. സനാതന ധർമ്മത്തിലെ ഉള്ളവരെ സംബന്ധിച്ച് ചതുർയുഗങ്ങളിൽ കലികാലമാണ്. കലികാലത്ത് ഉള്ള പ്രത്യേകത ഒന്നും കൂടുതൽ വിശദീകരിക്കേണ്ട. ഇതിനെക്കുറിച്ച് ഏതാണ്ടൊക്കെ അറിയാവുന്നവർക്കറിയാം. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് വാചകം നന്നായിട്ടടിക്കാൻ, വാചക കസർത്ത് നടത്താൻ അറിയാവുന്നവൻ കേമനാണ്. അവൻ പറയണത് വിഡ്ഢിത്താണോ ഇല്ലെങ്കിൽ അസംബന്ധമാണോ ശാസ്ത്രവിരുദ്ധമാണോ അതൊന്നുമല്ല. ഭംഗിയായിട്ട് വാചകം അങ്ങോട്ട് അടിച്ചാൽ അവനെ കേമനാക്കും ആളുകൾ. ഇത് കലിയുഗത്തിൻ്റെ ഒരു സവിശേഷതയാണ്. എന്നാലും ഒരു വിദ്വാൻ കുറേ കാലങ്ങളായി അയാൾ തന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇങ്ങനെ വീഡിയോ ലൈവായിട്ട് ഇടുന്നു. ഇയാളുടെ കുറേ പ്രസ്താവനകൾ സനാതന ധർമ്മത്തെപ്പറ്റിയും ക്ഷേത്രത്തെക്കുറിച്ചുമൊക്കെ പലതും വിഡ്ഢിത്തങ്ങളായിട്ട് ആണ്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എനിക്കിപ്പോൾ ഈ വിദ്വാൻ്റെ പേരറിയില്ല. ഏതോ ഒരമ്പലത്തിൽ ഇയാൾ അങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തി. കണ്ടു കഴിഞ്ഞാൽ ഒരു മലയാളി ലുക്കല്ല. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അയാൾ ബാംഗ്ലൂർകാരനാണ് എന്നറിഞ്ഞത്. അയാൾക്ക് കേരള സമ്പ്രദായത്തിലുള്ള ക്ഷേത്ര സങ്കല്പങ്ങളോ അല്ലെങ്കിൽ തന്ത്ര ക്രിയകളോ ഒരു ചുക്കും ഞാനാകുമ്പോൾ അറിയേയില്ല. കാണാൻ നല്ല സിമ്പിളനാണ്. ഒരു കുങ്കുമം പൊട്ടൊക്കെ തൊട്ട് മീശയൊക്കെ വെച്ച് എന്നിട്ട് ഇങ്ങനെയാവണം തന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരാറുണ്ട്. അതൊക്കെ എങ്ങനെ ആയിക്കോട്ടെ, എനിക്കതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ജനങ്ങളെ ഓരോ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണം കാണുമ്പോൾ സത്യാവസ്ഥ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ അവരും ചില രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ. അയാൾ ഏർത്ത പൂജ ഉച്ചയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വിഡ്ഢിത്തം ഇട്ടേക്കണം കണ്ടു. ഇതൊക്കെ കൂടാതെ ഇന്ന് നോക്കിയപ്പോൾ അയാൾ ക്ഷേത്രത്തിലെ നീരാഞ്ജന വഴിപാടിനെ കുറിച്ച്, നീലാഞ്ജന വഴിപാട് എന്ന് പറഞ്ഞ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു 10-40 വർഷത്തിൽ കൂടുതലായില്ല ഈ ഒരു വഴിപാട് ഇങ്ങനെ വന്നിട്ട്. തേങ്ങ പൊട്ടിച്ച് അതിൽ എള്ള് കിഴുകിട്ടി കത്തിക്കുന്ന ഒരു സമ്പ്രദായം ഏതോ ഒരു ഗുരുത്തോളവൻ തുടങ്ങി. അത് പിന്നെ ശാസ്താവിൻ്റെ അമ്പലത്തിലൊക്കെ പ്രധാനമായി. എന്നാൽ ഏറ്റവും ദുരിതം വരുത്തുന്ന ഒരു വഴിപാടാണ് ഇതെന്നാണ് തന്ത്രിമാരും ഒക്കെ പറയണത്. ഇപ്പൊ പലയിടത്തും അഷ്ടമംഗല ചിന്തേനെ ഈ എള്ളുകിഴി കിട്ടി കത്തിക്കരുത് എന്ന് അവർ നിർദ്ദേശിച്ചു തുടങ്ങി. അങ്ങനെ ഒരു വഴിപാടില്ല. സ്വതേ ഞങ്ങളൊക്കെ തിലഹോമം, മൃത്യുഞ്ജയം പലതിനും എള്ളു ഹോമിക്കേണ്ടതുണ്ട്. അപ്പം ഞങ്ങളോട് പറഞ്ഞു തന്നേക്കണത് എള്ള് എടുത്ത് വാരി ഇടരുത്. കയ്യിൽ വിരലിൽ നെയ്യ് പുരട്ടിയിട്ട് എള്ളിലൊന്ന് പതിപ്പിക്കുക. അതായത് 5 എള്ളിൽ കൂടുതൽ ഒന്നിച്ച് കത്തിക്കരുത് എന്ന് ഗുരുനാഥന്മാരായുള്ളവരും ഗുരുതുല്യരായിട്ടുള്ളവരും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രമാണം എനിക്കറിയില്ല. അങ്ങനെ ഒന്നിച്ച് എള്ള് കത്തിച്ചാൽ സന്താന ദോഷമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. പ്രമാണം ചോദിച്ചാൽ എനിക്കറിയില്ലേ. എന്നോട് എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ളവരും ഗുരുതുല്യരായിട്ടുള്ളവരും പറഞ്ഞു തന്നേക്കണതാണ്. ഇപ്പം സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സമ്പ്രദായം അങ്ങനെയാണ് താൻ. ഞാനല്ല, പൊതുവെ നമ്മുടെ ഇടയിലുള്ള എല്ലാവരും എള്ളു ഹോമിക്കണത് അങ്ങനെയാണ്. ഇങ്ങനെ കുടയുള്ളൂ, വാരിയിടാറില്ല തീയിലേക്ക്. അപ്പോൾ അത് കിഴുകെട്ടി കത്തിക്കുമ്പോഴോ അത് പോട്ടെ, ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല. ഇപ്പോൾ
ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് പരിഷ്കാരങ്ങൾ വന്ന് ന്യൂ ജനറേഷൻ വഴിപാടുകളും ഒക്കെ വന്ന കാലമാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും അല്ല പറയണത്. പറഞ്ഞു വന്നപ്പോൾ ഇതും കൂടെ ഒന്ന് പരാമർശിച്ചു എന്നേ ഉള്ളൂ. അതൊക്കെ ചെയ്യാണ്ടിരിക്കുകയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പ്രാരബ്ധവും കർമ്മഫലവും ഒക്കെ പോലെ അതൊക്കെ ആവും. അതൊക്കെ എങ്ങനെ ആയിക്കോട്ടെ. ഇദ്ദേഹം നീലാഞ്ജന സമാനാഭം സൂര്യപുത്രം യമാകൃതം ഛായാമാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം എന്നൊരു ശ്ലോകമുണ്ട്. നവഗ്രഹങ്ങളിൽ ശനിഗ്രഹത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഈ ശാസ്താവിൻ്റെ അമ്പലത്തിലൊക്കെ ഇതെഴുതി വെച്ചേക്കണതാണ്. അപ്പോൾ ഈ എള്ളുകിഴി തേങ്ങയിൽ വച്ച് കത്തിച്ച് തുടങ്ങിയ പരിപാടിയാണിത്. അതിന് ഇദ്ദേഹം ഒരു വ്യാഖ്യാനം കൊടുത്തത് നീലാഞ്ജനം എന്നല്ല, നീരാഞ്ജനം എന്നാണ്. നീരിലാണ് നമ്മളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ ബാക്കിയുള്ളതിൻ്റെ അർത്ഥമൊന്നും ഈ ശപ്പൻ പറയണമില്ല. ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇയാൾ എന്തോ വലിയ മഹാനാണ് എന്നുള്ള രീതിയിൽ കുറേ പേരത് പൊക്കി പോസ്റ്റ് ചെയ്യുക. അതൊക്കെ ചെയ്തോട്ടെ. അതൊക്കെ അയാൾ ഇനിയിപ്പോൾ ദേവേന്ദ്രനാണെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പക്ഷെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശുദ്ധ അസംബന്ധമാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അത് പറയണമെന്ന് തോന്നി. കാരണം എല്ലാവരോടും അല്ല, ഈ ടിയാൻ്റെ ഭക്തന്മാരോടും അല്ല കേട്ടോ. ഇത് കേട്ട് ചിലർ ധരിക്കുന്നുണ്ട്. അറിവില്ലാണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് നീരാഞ്ജനം അമ്പലത്തിൽ ഈ തേങ്ങാമുറിയിൽ എള്ള് കത്തിക്കാനുള്ള മന്ത്രമൊന്നും അല്ല. അത് ശനിയെ പ്രകീർത്തിക്കണതാണ്. അതിൻ്റെ അർത്ഥം ഈ ടിയാൻ പറഞ്ഞ പോലെ നീരാഞ്ജനം എന്നും മറ്റുമല്ല, നീലാഞ്ജന സമാഭാസം. നീല അഞ്ജനക്കല്ലിൻ്റെ തുല്യമായിട്ടുള്ള